ഹലോ ഗൈസ്, അപ്പോൾ കൂണ് വൃത്തിയാക്കുന്നതിൻ്റെ വീഡിയോ ചെയ്യുന്നു വെച്ചു കേട്ടോ. ഇന്നലെ നമ്മൾ കൂണ് പറിച്ചതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കൂണ് വൃത്തിയാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പം അതിൻ്റെ തൊലി കളയുവാണ്. അപ്പോൾ തൊലി നമ്മൾ ചെത്തി കളയേണ്ട കാര്യമില്ല കേട്ടോ. ഇതുപോലെ പൊളിച്ച് കളഞ്ഞാൽ മതിയാകും. ഒരു സൈഡിൽ നിന്ന് ചെത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അല്ലാതെ നമ്മൾ ചെത്തി കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുപോലെയാണ് കൂണിൻ്റെയൊക്കെ നമ്മൾ തൊലി കളയുന്നത്. ചെറിയ കൂണുകൾക്കൊന്നും ഇങ്ങനെ നമുക്ക് തൊലി കളയാൻ പറ്റത്തില്ല കേട്ടോ. ചെറിയ അരിക്കൂൺ അതുപോലെ പുറ്റുകൂണൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒന്നും തൊലി നമുക്കിങ്ങനെ കളയാൻ പറ്റത്തില്ല, കാരണം അത് ചെറിയ കൂണാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ വേര് നമ്മൾ മുറിച്ച് കളയാറേ ഉള്ളൂ കേട്ടോ. ഒരു മണ്ണുള്ള ഭാഗം കളയുകയുള്ളൂ. അപ്പോൾ വലിയ വലിയ കൂണുകൾക്കാണ് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ തൊലി കളയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പണികളും ഇങ്ങനെ നിരത്തിരുന്നാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനത്തെ പണികളൊക്കെ നമ്മൾ ചക്കക്കുരു ചിരണ്ടുന്നത്, അല്ലെങ്കിൽ കൂർക്കി ഒരുക്കുന്നത്, ഇങ്ങനത്തെ പണികളൊക്കെ ഞാനിങ്ങനെ നിലത്തിരുന്നാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്കതാണ് ഇഷ്ടം, അതുകൊണ്ട് നിലത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെയാണ് ഇതിൻ്റെ തൊലി നമ്മൾ കളയുന്നത്. അപ്പോൾ ഇങ്ങനെ കൂണ് പോയി പറിക്കുന്നതും അതുപോലെ ഇതൊന്ന് വൃത്തിയാക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണികളാണ് കേട്ടോ. അതുപോലെ ചീര പറിക്കുന്നത്, അതരിഞ്ഞ് തോരൻ വെക്കുന്നത്, ഇങ്ങനത്തെ പണികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്നും രാവിലെ പോകും കൂണ് നോക്കാനായിട്ട്. ഇന്ന് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇന്നലെ തോരനാണ് വെച്ചത്. അപ്പോൾ ഇന്നൊന്ന് ചാറ് വയ്ക്കാനായിട്ടാണ് കേട്ടോ. ഇന്നലെ കിട്ടിയ കൂണിൻ്റെ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടി ഇന്നൊന്ന് ചാറ് വയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ തോരൻ വെക്കുന്നതിൻ്റെയും ചാറ് വെക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കറി വെക്കുന്നതിൻ്റെ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഈ ഒരു വൃത്തിയാക്കുന്നതിൻ്റെ മാത്രമേ വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കൂണിൻ്റെ കാലാണ് കേട്ടോ, അത് വൃത്തിയാക്കുന്നതാണ്. ഇതുപോലെ ചീകി കൊടുത്താൽ മതിയാകും കേട്ടോ. ചെത്തിക്കളയേണ്ട കാര്യമില്ല. ചെത്തിക്കളഞ്ഞ് അത്രയും ഭാഗം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചീകി എടുത്തിട്ട് നമുക്കത് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു ചുവട് ഭാഗം മാത്രം ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതിയാകും. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൂണ് ക്ലീൻ ചെയ്യുന്നത്. എന്നും കൂണാണ് കേട്ടോ കറി. കുറച്ച് ദിവസമായിട്ട് ഒരു ദിവസം തോരൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം കറി വയ്ക്കും. ഇന്നത്തെ കാലത്ത് നമുക്ക് സാധനങ്ങളുടെയൊക്കെ വില തന്നെ നമുക്കറിയാം. ഓരോന്നും വാങ്ങിക്കുന്നതിന് നമുക്കതുപോലെ പൈസ ഇടകുന്നത്. അതുകൊണ്ട് ഇതാകുമ്പോൾ നമുക്ക് കാശ് മുടക്കില്ലാതെ കിട്ടുന്ന ഒരു സാധനമാണല്ലോ. അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് കറി വയ്ക്കാൻ പോലും കാര്യമായിട്ടൊന്നും മേടിക്കുന്നില്ല കേട്ടോ. കാരണം ഒരു കറി നമുക്ക് ഏതായാലും കൂണ് കാണും. കൂണ് തോരനോ കൂണ് കറിയോ കാണും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെയാണ് കേട്ടോ എന്നും കറി. എനിക്ക് കൂണ് കറി ഭയങ്കര ഇഷ്ടമാണ്. അത് വറുത്തരച്ച് കറി വെക്കുന്നത്. തോരനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് വറുത്തരച്ച് കറി വെക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് ഇതിലൊരു ചാറുണ്ടെങ്കിൽ എനിക്ക് ചോറിനൊരു സുഖമുള്ളൂ കേട്ടോ. എനിക്ക് ചാറ് കറിയോടാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ചാറ് വയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല കൂണാണ്, പുഴുവൊന്നും പിടിക്കാത്ത നല്ല കൂണാണ് കേട്ടോ. കുറച്ചൊക്കെ പുഴു പിടിച്ചാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പുഴുവൊക്കെ ചത്തു പോക്കുള്ളൂ കേട്ടോ. കൂണ് കിട്ടുമ്പോൾ ആദ്യം നമ്മളതുപോലെ ഒരു അരമണിക്കൂർ കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനെപ്പോഴും അങ്ങനെ വയ്ക്കാറുണ്ട് കേട്ടോ. അതിപ്പോൾ നല്ല കൂണാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് പുഴു പിടിച്ച കൂണാണെങ്കിലും നമ്മൾ ആദ്യം അങ്ങനെ വേണം ചെയ്യാൻ. അതിൻ്റെ വിഷാംശമൊക്കെ പോകാനായിട്ടാണ് കേട്ടോ. കാരണം ഇത് രാത്രിയിലുണ്ടാകുന്ന കൂണാണല്ലോ. അപ്പം രാത്രിയിലൊക്കെ ഓരോ ജീവികളൊക്കെ അതിൽ കയറി നടന്നെന്നൊക്കെ ഇരിക്കും. ചിലപ്പോൾ പാമ്പ് വരെയും അതിൽ കൂടെയൊക്കെ നടന്നെന്നൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷാംശവും കാര്യങ്ങളും ഒക്കെ പോകാനായിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ മഞ്ഞളുണ്ടെങ്കിൽ അത് പറിച്ചിട്ടൊന്ന് ചതച്ച് ആ വെള്ളത്തിലിടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. മഞ്ഞൾപ്പൊടി നമ്മൾ പ്യുവറായിട്ടുള്ള മഞ്ഞളൊന്നും ആയിരിക്കത്തില്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ മഞ്ഞളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ വെള്ളത്തിയിട്ട് വെക്കാൻ പാടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സമയം വെള്ളത്തിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കൂണൊക്കെ ചീഞ്ഞ് പോകും, അല്ലെങ്കിൽ അതൊക്കെ അങ്ങ് അലിയാൻ തുടങ്ങും. അതുകൊണ്ട് ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിയിട്ട് വെച്ചാൽ മതിയാകും കേട്ടോ. അപ്പോൾ കൂണ് നമ്മളതിൻ്റെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കിങ്ങനത്തെ പണികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഇതിനെ തൊലി കളയുന്നതുമൊക്കെ. കൂണ് വൃത്തിയാക്കുന്ന എനിക്ക് ഇഷ്ടമുള്ളൊരു പണിയാണ് കേട്ടോ ശരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂണ് കിട്ടിയാന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിങ്ങനെ പറമ്പിൽ കൂടെ ഒക്കെ നടക്കുന്നതും അല്ലെങ്കിൽ ഇപ്പം നട്ടു വയ്ക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ നോക്കി നടക്കുന്നത്, ഇതുപോലെയൊക്കെ ഓരോന്ന് പറിച്ചെടുക്കുന്നത്, ചീര പറിച്ചെടുക്കുന്നത്, കൂണ് പറിച്ചെടുക്കുന്നത്, ഇങ്ങനത്തെ പണികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നും രാവിലെ ഞാനിങ്ങനെ കൂണ് നോക്കാനായിട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയങ്ങളിലാട്ടോ നമ്മൾ കൂണ് കിട്ടുന്നത്.
കുറച്ച് ദിവസം മുമ്പ് വരെ ഇത്രയും കൂണ് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഓർത്ത് ഇപ്രാവശ്യം അങ്ങനെ കൂണൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് നമുക്ക് കൂൺ ഇതുപോലെ കിട്ടുന്നത് കേട്ടോ. ചില സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാ വർഷവും ഇങ്ങനെ കൂണുണ്ടാകും. കൂടുതലും ഈ ചിതലപ്പുറ്റൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും കൂണുണ്ടാകുന്നത്. അതുപോലെ ചില തേക്കിൻ്റെയൊക്കെ ചുവട്ടിക്കൂടെയും ചില മരത്തടികളൊക്കെ ഇങ്ങനെ ദ്രവിച്ച് കിടക്കുന്ന സ്ഥലത്തോടെയൊക്കെ കൂണുണ്ടാകും കേട്ടോ. എല്ലാ സ്ഥലത്തോടെയൊന്നും കൂണങ്ങനെ ഉണ്ടാകത്തില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ആ ഒരു സ്ഥലങ്ങളിൽ എല്ലാ വർഷവും തന്നെ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കൂണൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് കുറച്ച് സമയം നമ്മൾ മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കഴുകിയിട്ടില്ല കേട്ടോ. ഇപ്പം വെള്ളത്തിലിട്ട് വച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴുകി വാരിയെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഒന്ന് എത്താനായിട്ട് ഇതുപോലെയൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിത് എടുത്ത് കഴുകി വാരിയെടുത്ത് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ കറി വയ്ക്കുകയോ അല്ല തോരൻ വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങളിങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുവരെ കൂണ് കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം എനിക്ക് എല്ലാ വർഷവും തന്നെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചൊന്നും അല്ല ഉള്ളത്, ഒരു വലിയ ചെരുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതിയോളം ഉണ്ട് ഈ ഒരു കൂണ്. ഇനിയിപ്പോൾ ഇത് കറി വയ്ക്കാൻ പോവാണ് കേട്ടോ. തേങ്ങയൊക്കെ വറുത്തരച്ച് ചാറ് വയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ബൈ.